ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ കോട്ടികളുണ്ടോ? അഥവാ ഗോളിമണികൾ, ഇംഗ്ലീഷിൽ മാർബിൾ ബോൾസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ബോൾസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾ ഒരിക്കലെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ട് നടന്നിരുന്ന ഈ ഒരു കോട്ടികൾ വിറ്റാൽ ലക്ഷങ്ങളും കോടികളൊക്കെ കിട്ടുമെന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ 6 കോട്ടികളെ കുറിച്ച് കണ്ടാണ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ലക്ഷങ്ങൾക്കൊക്കെ വിൽക്കാൻ പറ്റിയേക്കാം. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കുന്ന ഈ ഒരു കോട്ടിയുടെ പേരാണ് കാറ്റൈ മാർബിൾ. കാറ്റൈ മാർബിൾ എന്ന കോട്ടികൾക്ക് വലിയ വിലയൊന്നുമില്ല, കാരണം അത് ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കോട്ടിയാണ്. പക്ഷേ ഇതിൽ വരുന്ന വളരെ റെയർ ആയിട്ടുള്ള ഡിസൈനുള്ള കോട്ടികൾക്ക് ലോകത്തിലെ പല സ്ഥലങ്ങളിലും നടക്കുന്ന ഓപ്ഷനുകളിൽ ലക്ഷങ്ങൾക്കാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ കോട്ടികൾ അഥവാ മാർബിൾ ബോൾസ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം. ആദ്യകാലത്ത് അഥവാ 1800 1900-കളിലൊക്കെ അന്ന് മെഷീൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മനുഷ്യർ ഈ ഒരു മാർബിൾസ് ചൂടാക്കിങ്ങാണ്ട് മൗത്ത് ബ്ലോൺ ഒക്കെ ചെയ്തിട്ടായിരുന്നു അന്ന് അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ മോൾട്ടൺ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ കരിഞ്ഞ ഗ്ലാസ്സിൽ കളറുള്ള ഗ്ലാസിന്റെ ചെറിയ പൊടികളൊക്കെ ചേർത്തിട്ട് കൈ കൊണ്ടൊക്കെ ഷേപ്പ് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഉണ്ടാക്കിയിരുന്ന കോട്ടിമണികളൊക്കെ വളരെ യൂണിക് ഡിസൈനിലായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ നിർമ്മിച്ച കോട്ടികൾക്കൊക്കെ ഇപ്പോൾ കളക്ടേഴ്സിന്റെ ഇടയിൽ വലിയ ഡിമാൻഡ് ഉള്ളത്. അതിനൊക്കെ ശേഷം കോട്ടികൾക്ക് ആവശ്യക്കാർ കൂടിയതോടെ 1950-ന് ശേഷം മെഷീൻസ് ഉപയോഗിച്ച് വലിയ പ്രൊഡക്ഷൻ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കോട്ടികൾ ഉണ്ടാക്കാനും തുടങ്ങി. പക്ഷെ അതിനൊന്നും യുണീക് ഡിസൈന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അന്നധികവും ഒരേ പാറ്റേൺ ഡിസൈനിലായിരുന്നു ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ലക്ഷങ്ങൾ വിലയുള്ള 6 കോട്ടികളെ കുറിച്ച് കണ്ട് സംസാരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു കോട്ടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അതിലെ ഫസ്റ്റ് വണ് ഒനിയൻ സ്കിൻ മാർബിൾ വിത്ത് മൈക്ക. 2008 ഈ ഒരു കോട്ടി വിറ്റുപോയത് ഏകദേശം 8.5 ലക്ഷം രൂപക്കായിരുന്നു. ഇത് വിറ്റുപോയ പ്ലാറ്റ്ഫോം USA-ലുള്ള മോർഫി ഓപ്ഷൻസിലാണ്. സെക്കൻഡ് വൺ എൻഡ് ഓഫ് ദി ഡേയ്സ് ഒനിയൻ സ്കിൻ മാർബിൾ. 2004 ഈ ഒരു കോട്ടി വിറ്റുപോയിട്ടുണ്ടായിരുന്നത് 12 ലക്ഷം രൂപക്കായിരുന്നു. ഇത് വിറ്റുപോയ പ്ലാറ്റ്ഫോമിന്റെ പേരും മോർഫി ഓപ്ഷൻ തന്നെയാണ്. മൂന്നാമത്തത് ഇന്ത്യൻ മാഗ് ലൈറ്റ് മാർബിൾ. 2008 ഇത് വിറ്റുപോയിട്ടുണ്ടായിരുന്നത് ഏകദേശം 7.5 ലക്ഷം രൂപക്ക്. ഇത് വിറ്റുപോയിട്ടുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമും മോർഫി ഓപ്ഷൻസ് തന്നെയാണ്. നമ്മളുടെ ലിസ്റ്റിലെ നാലാമത്തത് പ്രിസീഷ്യൻ ബാൻഡഡ് ഇന്ത്യൻ സുറിൽ മാർബിൾ ആണ്. 2012 ഈ ഒരു കോട്ടി വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. മോർഫി ഓപ്ഷൻസിൽ തന്നെയായിരുന്നു ഇത് വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. അതും 8 ലക്ഷം രൂപക്കായിരുന്നു. അഞ്ചാമത്തത് ഒപ്പാക് പിങ്ക് ലെഡ്സ് മാർബിൾ. 2012 ഇത് വിറ്റുണ്ടായിരുന്നത് ഏകദേശം 21 ലക്ഷം രൂപക്കായിരുന്നു. അതും മോർഫി ഓപ്ഷൻസ് പ്ലാറ്റ്ഫോമിൽ തന്നെയായിരുന്നു ഇത് വിറ്റുണ്ടായിരുന്നത്. നമ്മളുടെ ലിസ്റ്റിലെ ഈ 6ാമത്തെ കോട്ടി അഥവാ മാർബിൾ ബോൾ വിറ്റുപോയിട്ടുണ്ടായിരുന്നത് 2023 അതും ഒണിയൻ സ്കിൻ വിത്ത് മൈക്ക തന്നെയായിരുന്നു. USA-ലുള്ള ബ്ലോക്ക് മാർബിൾ ഓപ്ഷൻസിലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഈ കോട്ടികൾക്ക് ഇത്ര വില എന്നുള്ളത്. അതിന്റെ മെയിൻ റീസൺ ഹാൻഡ് ബ്ലോൺ ഗ്ലാസ് തന്നെയാണ്. കൈ കൊണ്ട് നിർമ്മിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അഥവാ 1800-ലും 1900-കളിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ടികൾക്കാണ് വലിയ ഡിമാൻഡ് ഉള്ളത്. കാരണം ഇതിന്റെ ഡിസൈൻ വളരെ യുണീക്ക് ആൻഡ് റെയർ ആയിരുന്നു. കാരണം മെഷീൻസ് ഒക്കെ വന്നതിന് ശേഷം ഇതിന്റെ ഡിസൈൻസ് ഒക്കെ ഒരേ പാറ്റേണിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഇതിൽ ചില കോട്ടികൾ 2 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെയൊക്കെ വലുപ്പവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവെ ഈ കോയിൻസിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെ ചിലർക്കൊക്കെ ഇത് ക്രൈസ് ആണ്. കാരണം അവരുടെ കളക്ഷനിൽ ഒരു യുണീക് ഡിസൈൻ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന സാധനം കളക്ട് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു തരം ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതുപോലത്തെ കോട്ടികളും ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ഏതെങ്കിലും യുണീക് ഡിസൈനിലുള്ള കോട്ടികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. ഞാൻ പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നിങ്ങൾക്കും സെല് ചെയ്യാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ eBay പോലുള്ള പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഇത് വിൽക്കാൻ ശ്രമിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് അറിയാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നതുവരെ താങ്ക് യു.